ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അനന്യ കൊച്ചിനെ അന്വേഷിച്ച് അവിടെ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചവിടെ ഇല്ല. അപ്പോൾ ആരുടെയോ കൂടെ പോയി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചപ്പം അത് ആരുടെ കൂടെയാണെന്ന് അറിയില്ല. എന്തായാലും പരിചയമുള്ളവരുടെ കൂടെ തന്നെയാണ് കൊച്ചു പോയിരിക്കുന്നത്. കൊച്ചിപ്പോൾ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി. അനന്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അനന്യ നിന്ന് കരച്ചിലും അങ്ങ് തുടങ്ങി. അങ്ങനെ ആരെയും പരിചയക്കാരൊന്നും വരാൻ വഴിയില്ല. പിന്നെ ഇനിയിപ്പോൾ അനിരുദ്ധ എങ്ങാനും എന്നോട് പറയാതെ വന്ന് കാണുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ലല്ലോ. അനിരുദ്ധ വന്നാലും എന്നോടത് പറയുമല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ ഫോൺ പോലും കയ്യിലില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ അനന്യ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അനന്യ എന്നിട്ട് അവിടെ ഓടി നേരെ വീട്ടിലേക്ക്. ഈ സമയത്താണ് പ്രതീഷ് കൊച്ചിന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് വലിയ വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് ഭയങ്കര സെറ്റപ്പിൽ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ ചെറിയച്ഛൻ എവിടെയായിരുന്നെന്ന് ചോദിച്ചപ്പം ചെറിയച്ഛന് വരാൻ പറ്റാത്തൊരിടത്തായിരുന്നെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വര ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കൊച്ചു കഴിച്ചു കഴിഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോകുക. അപ്പോൾ കൊച്ചുമായിട്ട് പ്രതീക്ഷ പോകുന്നു. കൊച്ചാണെന്നുണ്ടെങ്കിൽ ശ്രീനിലയത്തിലേക്ക് ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ. ഈ സമയത്ത് നമ്മുടെ അനന്യാണെങ്കിൽ നാലുപാട് ഓടി പിടിച്ച് കരഞ്ഞു കൂവി നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളെ സ്വരേ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്കും സുമിത്ര ഇവരെല്ലാവരും വന്നു. സ്വരമോളെ എന്ന് പറഞ്ഞു. ആഹാ, ഇത് നീ എന്താ മോളെ ഇങ്ങനെ വന്നത്? സ്വരമോളെ എന്താ കൊണ്ടുവരാതിരുന്നതെന്ന് സുമിത്ര ചോദിച്ചപ്പം മോളിവിടെ വന്നില്ലേ ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ സ്വര ഇങ്ങോട്ട് വന്നില്ല. അത് നല്ല ചോദ്യം. സ്വരയെ കൊണ്ടുവരാനല്ലേ നീ പോയത്? പിന്നെ നീ എങ്ങനെ മോളിവിടെ കാണുകയെന്ന് ചോദിച്ചപ്പം ഞാൻ അവിടെ ചെന്നു, പക്ഷേ സ്വരമോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സ്വരമോൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ആൻറ്റി, സ്വര അവിടെ ഇല്ല. സ്വരയെ ആരോ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. ഇനി അനിരുദ്ധ എങ്ങാനും ആയിരിക്കുമോ? ആൻറ്റി വേഗം നിന്ന് അനിരുദ്ധിനെ വിളിക്കാനൊക്കെ പറഞ്ഞ് കിടന്ന് വെപ്രാളം കൂട്ടുക. അപ്പോൾ സരസ്വതിയമ്മ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അനിരുദ്ധ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അനിരുദ്ധ നേരെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. അനിരുദ്ധ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പുറത്തെവിടെയെങ്കിലും ഇറങ്ങിയതാണെങ്കിലോ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനാവുക. അപ്പോൾ മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നീ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമിത്ര ഫോൺ എടുത്ത് അനിരുദ്ധിനെ വിളിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അനിരുദ്ധിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അനന്യയ്ക്ക് പിന്നെയും ടെൻഷനായി. അപ്പോൾ സുമിത്ര സമാധാനിപ്പിക്കുകയാണ്, നീ വിഷമിക്കല്ലേ, എന്തായാലും മോളെയും കൊണ്ട് അനിരുദ്ധ ഇപ്പം ഇങ്ങ് വരും. അനിരുദ്ധായിരിക്കും മോളെ കൊണ്ടുപോയിട്ടുള്ളത്. കുഴപ്പമൊന്നും കാണില്ലെന്നേ, നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സമാധാനിക്കാനോ അതിൽ സമാധാനം കണ്ടെത്താനോ പറ്റണില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ ആ ഒരു ഭയങ്കരമായ നിരാശയിലും സങ്കടത്തിലും ഒക്കെ നമ്മുടെ അനന്യ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും കൊച്ച് തിരിച്ചു വന്നിട്ടില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും ഇങ്ങനെ കാത്തിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ വീട്ടിലേക്ക് വന്നു. അനിരുദ്ധ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അനന്യ ഓടി കതച്ചിറങ്ങി ചെല്ലുവാണ്, കൊച്ച് അനിരുദ്ധിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഓടി കതച്ച് ചെന്നു. അനിരുദ്ധ മോളെവിടെയെന്ന് ചോദിച്ചു. മോളെ നീ കൊണ്ടുവന്നില്ലേ? നീയല്ലേ സാധാരണ മോളെ കൊണ്ടുവരാറ്? അപ്പോൾ അനിരുദ്ധിൻ്റെ കൂടെ മോളില്ലേന്ന് ചോദിച്ചു. എൻ്റെ കൂടെ മോള് വരുന്നത് എങ്ങനെയാണ്? നീയല്ലേ മോളെ വിളിച്ചുകൊണ്ട് വരാറെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിരുദ്ധ മോളെവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോൾ ആരോടൊപ്പം വണ്ടി കയറി പോയെന്നാണ് പറഞ്ഞത്, ആരുടെ കൂടെയാണെന്ന് അറിയില്ല, അതൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അങ്ങനെ ഇത് ഭയങ്കര വിഷയമായി. പെട്ടെന്ന് അനിരുദ്ധമാകെ ടെൻഷനായി. നീ എന്തൊരു അവിവേകം കാണിച്ച്, അങ്ങനെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, കാര്യങ്ങളെല്ലാം പിടിവിട്ടു. അപ്പോൾ ഇത് പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയും സുമിത്രയും പറഞ്ഞു. കാരണം കൊച്ചിനെ കാണാതെ പോയത് അതൊരു വലിയ വിഷയമാണല്ലോ. അങ്ങനെ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷ കുഞ്ഞുമായിട്ട് വണ്ടിയിൽ കയറി വേറൊരു വീട്ടിൽ, അതായത് പ്രതീക്ഷ വാടകയ്ക്ക് എടുത്ത വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഇറങ്ങി. അപ്പോൾ സ്വരമോൾ ഇങ്ങനെ നോക്കുന്നു. സ്വരമോൾ ഇങ്ങനെ നോക്കി, ഇതേതാ ഈ വീട് ചെറിയച്ചാ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇനി മുതൽ നമ്മുടെ പുതിയ വീടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ച മോൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോവുക. അങ്ങനെ അകത്ത് കയറി ചെന്നു. അപ്പോൾ കൊച്ചിവിടെ ആരും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ കയറി ചെന്ന് എല്ലായിടവും നോക്കിയപ്പോൾ കൊച്ചിനെ ഒത്തിരി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് പ്രതീക്ഷ ചോദിച്ചപ്പോൾ നല്ല വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. ഇവിടെയുള്ളവരെന്നൊക്കെ പറയുമ്പോൾ കൊച്ചു അവരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷ കുഞ്ഞിനോട് പറയാം. നമ്മൾ മാത്രമോ? അപ്പോൾ പിന്നെ അച്ഛമ്മയും ഡാഡിയും മമ്മിയും അച്ഛമ്മയും ഇവരൊക്കെ എവിടെ? അവരെല്ലാവരും ഉള്ള വീടല്ലേ നമ്മുടേത്. പിന്നെ എന്തിനാ ചെറിയച്ഛൻ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം മോളോട് ചെറിയച്ഛന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെറിയച്ഛാന്ന് ചോദിച്ചപ്പം ഇന്നു മുതൽ ഈ ചെറിയച്ഛൻ മോൾക്ക് ചെറിയച്ഛനല്ല എന്ന് പറഞ്ഞു. പിന്നെയോ? മോൾക്ക് അച്ഛനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്വരം ഞെട്ടി. അച്ഛനോ?
ഇതെൻ്റെ ചെറിയച്ഛനാ, എൻ്റെ ഡാഡിയും മമ്മിയും വേറെയാ, എൻ്റെ ഡാഡിയും മമ്മിയും ചെറിയച്ഛൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പോഴേക്കും കൊച്ചിനോട് പ്രതീക്ഷ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും ശരിയായും ആണെന്ന് ഇതാകാനോ ഒന്നും കൊച്ച് സമ്മതിക്കുന്നില്ല. കൊച്ച് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുക. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് ചെറിയച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്കണ്ട, എനിക്ക് മമ്മിക്കും ഡാഡിക്കും അതുപോലെ അച്ചമ്മയ്ക്കും അരികിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കൊച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ കൊച്ചിന് കഴിക്കാൻ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് അതെല്ലാം തട്ടി തെറിപ്പിച്ച് അവിടെ പോയി എല്ലാം വലിച്ചെറിഞ്ഞിരുന്ന് ഭയങ്കര കരച്ചിൽ. പ്രതീക്ഷ ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി. എങ്ങനെ മോളെ പറഞ്ഞ് തൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ടെൻഷനായി പ്രതീക്ഷന്. അങ്ങനെ കുഞ്ഞാണെങ്കിൽ ഒരു രീതിയിലും പ്രതീക്ഷയുമായിട്ട് അടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം അതങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നു. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീനിലയത്തിൽ പോലീസ് എത്തി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ മിസ്സിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ആരുടെ കൂടെയാണ് വണ്ടിയിൽ കയറിപ്പോയത്, ഇത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അനന്യ സ്കൂളിൽ ചെന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി അനന്യ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ SI സാറ് പറഞ്ഞു, കുട്ടി പോയിരിക്കുന്നത് എന്തായാലും പരിചയമില്ലാത്ത ഒരാൾക്കൊപ്പമല്ല, പരിചയമുള്ള ഒരാളുടെ കൂടെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും കുട്ടി അങ്ങനെ ചാടി കയറി ഒരു വണ്ടിയെ കയറി പോവില്ല, അങ്ങനെ പരിചയമുള്ള ഒരാളുടെ കൂടെ ആയിരിക്കും പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സ്വരയെ ഇനിയിപ്പോൾ പരിചയമുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇനി എന്തെങ്കിലും കാണിച്ച് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതാണോ, ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ പറ്റി പോലീസുകാരിങ്ങനെ പറയുന്നു. അപ്പോൾ പോലീസുകാർ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ ഭയങ്കര കരച്ചിൽ. അനന്യക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി, ആകെ വിഷമമായിപ്പോയി. കാരണം കൊച്ച് കൈവിട്ട് പോയാലേ ഒരിക്കലും അത് താങ്ങാൻ അനന്യക്ക് പറ്റില്ലല്ലോ. അനന്യ ഇങ്ങനെ ആകതായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ സമാധാനിപ്പിച്ചുകൊണ്ട് സുമിത്രയും അതുപോലെ നമ്മുടെ അനിരുദ്ധൊക്കെ അടുത്തുണ്ട്. ഈ സമയത്താണെങ്കിൽ സ്വരമോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം, ഒരു കംപ്ലയിൻറ്റ് എഴുതി തരണം, അതിനുശേഷം കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഈ നമ്മുടെ അനന്യ പോലീസുകാരോട് ദേഷ്യപ്പെടുവാണ്. എൻ്റെ കുഞ്ഞിനെയാണ് കാണാതെ പോയിരിക്കുന്നത് സാർ, ഒന്ന് അന്വേഷിക്കണം, അതുപോലെ ഇതൊക്കെ എഴുതി പെറുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും സമയം ഒരുപാട് പിടിക്കും, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനന്യ ഇങ്ങനെ കരഞ്ഞു പറയാം. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൊസീജിയറുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സാറുമാർ പറയുന്നു. എന്തായാലും പോലീസുകാർ വന്ന് സ്വരമോളെക്കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ശ്രീനിലയത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് ഞെട്ടിത്തരിച്ച് അങ്ങനെ ഇരിക്കുക. കാരണം ആരോ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണല്ലോ. പക്ഷേ അപ്പോഴും പ്രതീക്ഷ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഇവർക്കിടയിലേക്ക് വരുന്നില്ല. പ്രതീക്ഷയാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം പോലും ഇവരുടെ ആരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ.